തിരുവനന്തപുരം നെടുമങ്ങാട് ഗുണ്ടാക്രമണത്തിൽ 12 പേർ പിടിയിൽ. കുപ്രസിദ്ധ ഗുണ്ട സ്റ്റെമ്പർ അനീഷിന്റെ സഹോദരിയുടെ മകന്റെ ജന്മദിനാഘോഷത്തിലാണ് 20-ലേറെ ക്രിമിനൽ കേസ് പ്രതികൾ പങ്കെടുത്തത്. തടയാൻ ശ്രമിച്ച പോലീസിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ സിഐ ഉൾപ്പെടെ 5 പോലീസുകാർക്ക് പരിക്കേറ്റിരുന്നു. കേസിൽ ഉൾപ്പെട്ട കൂടുതൽ പേർക്കായി തിരച്ചിൽ തുടരുകയാണ്. അരുൺ മോഹൻ നൽകും കൂടുതൽ വിവരങ്ങൾ. അരുൺ, എന്തായാലും ഈ 12 ഗുണ്ടകളെ പോലീസിന് പിടികൂടാൻ സാധിച്ചു അല്ലേ ഈ പിറന്നാളാഘോഷത്തിനിടയിൽ? തീർച്ചയായും ഭവ്യ, അത് തന്നെയാണ് പോലീസിന് മറ്റൊരു ആശ്വാസമായി പറയുന്നത്. പക്ഷേ ഈ സൂചിപ്പിച്ചതുപോലെ സ്റ്റെമ്പർ അനീഷിന്റെ സഹോദരിയുടെ മകന്റെ പിറന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ പറയുന്ന സംഘങ്ങൾ ഒത്തുകൂടിയത്. ഇത് പോലീസിന് നേരത്തെ വിവരം കിട്ടിയിരുന്നു. ഇത്തരത്തിലൊരു കൂടിച്ചേരൽ ഉണ്ടാകുമെന്ന് പോലീസിന് വിവരം കിട്ടിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് തന്നെ ഇതിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇതിനെ മറികടന്നുകൊണ്ടായിരുന്നു ഇന്നലെ ഇവർ ഒത്തുകൂടിയത്. ഇതറിഞ്ഞ് എത്തിയ പോലീസ് സംഘത്തിന് നേരെ വാക്കേറ്റവും കയ്യാങ്കളിയിലേക്ക് എത്തുകയായിരുന്നു. സിഐ ഉൾപ്പെടെയുള്ള 5 പോലീസുകാർക്കാണ് പരിക്കേറ്റത്. സംഭവ സ്ഥലത്ത് നിന്ന് ഉടൻ തന്നെ കൂടുതൽ പോലീസിനെ വിളിച്ചു വരുത്തി സംഭവ സ്ഥലത്ത് നിന്നാണ് 12 പേരെ കസ്റ്റഡിയിലെടുത്തത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏകദേശം 30-ലധികം ആൾക്കാർ വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയ വിവിധ ക്രിമിനൽ കേസുകളെ പ്രതികൾ ഒത്തുകൂടിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പോലീസ് എന്തായാലും ഇവർക്കൊക്കെ വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചതായി അറിയുന്നു. പരിക്കേറ്റ പോലീസ് നെടുമങ്ങാട് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. 12 പേർ ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിലാണ്. ഭവ്യ, അരുൺ, ഈ ആവേശം സിനിമയ്ക്ക് ശേഷം ഇത്തരത്തിലുള്ള ഈ ഗുണ്ടകൾ ഇങ്ങനെ ആഘോഷങ്ങൾ നടത്തുന്ന ട്രെൻഡ് അത് കൂടിക്കൂടി വരികയാണല്ലേ? പിറന്നാള്, വിവാഹം, ഇത്തരത്തിലുള്ള ആഘോഷങ്ങളൊക്കെ ഗുണ്ടകൾ ഒരുമിച്ചൊരു മീറ്റപ്പ് പോലെ നടത്തുന്നതൊക്കെ വലിയ ട്രെൻഡായി മാറുകയാണോ? എന്താണ് പോലീസ് പറയുന്നത്? തീർച്ചയായും ആവേശം സിനിമയ്ക്ക് ശേഷം ഇത്തരത്തിലുള്ള ഒരു ആൾക്കാരിൽ ഒരു ആവേശം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അത് യുവജനങ്ങളിൽ അത് വന്നതിന്റെ ഒരു പ്രതിസന്ധി തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അത് തന്നെയായിരുന്നു പോലീസിന് കിട്ടിയ ഇന്റലിജൻസ് വിഭാഗത്തിന് കിട്ടിയ രഹസ്യമായ അന്വേഷണത്തിലൂടെയായിരുന്നു ഈ ഒരു വിവരം അറിഞ്ഞത്. തുടർന്ന് പോലീസ് അവിടെ എത്തുകയായിരുന്നു. അവർക്ക് വിലക്ക് നൽകിയെങ്കിലും അതിനെ ലംഘിക്കാൻ അവർക്ക് കഴിഞ്ഞു. അത് തന്നെയാണ് പോലീസിനെയും ചൊടിപ്പിച്ചത്. തുടർന്നായിരുന്നു ഈ പറയുന്ന സംഘം ചേർന്നതിന് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ചില കേസുകളിൽ പിടികിട്ടാൻ അത് നടക്കുന്നവർ പോലും ഈ സ്ഥലത്തെത്തി എന്നുള്ള വിവരമുണ്ട്. എന്തായാലും പോലീസ് ഊർജിതമായ അന്വേഷണം നടത്തി വരുന്നുണ്ട്. ഭവ്യ, ശരി.